അവതാർ 3 ഫയർ ആൻഡ് ആഷ് കണ്ടു. ഈ സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, പക്ഷേ എന്നെ നിരാശപ്പെടുത്തി. ഇഷ്ടപ്പെട്ട സിനിമ എങ്ങനെയാണ് എന്നെ നിരാശപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, അവതാർ ഫസ്റ്റ് എടുക്കുക, സെക്കൻഡ് എടുക്കുക. ഈ രണ്ട് സിനിമകൾക്കും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു പുതിയ അനുഭവം ആ രണ്ട് സിനിമകൾ നൽകുന്നുണ്ട്. പുതിയ അനുഭവം. ഭൂമിയിൽ നിന്ന് മറ്റൊരു ഗ്രഹമായ പാൻഡോറയിലേക്ക് മനുഷ്യർ പോയിട്ട് അവിടെയുള്ള ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, മനുഷ്യരവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, എവല്യൂഷൻ സംഭവിച്ച കാര്യങ്ങൾ, നമ്മളിത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പുതിയ അനുഭവമായിരുന്നു. അതിലെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ. ഈ അവതാർ അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് പാർട്ട് വരുന്നത് കുറച്ച് അധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഈ സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ പിന്നെ കഥ ഒരുപാട് മുന്നോട്ട് പോയി. ജെയ്ക്ക് ഫാമിലിയായിട്ട് ജീവിക്കുന്നു, അതുപോലെ മരിച്ചുപോയ വില്ലൻ്റെ മെമ്മറീസ് ഒക്കെ എടുത്തിട്ട് പുതിയ അവതാറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അയാൾ തിരിച്ചു വരുന്നു. ഇതൊക്കെ വീണ്ടും പുതിയ അനുഭവമായിരുന്നു. അതുപോലെ പുതിയൊരു ലൊക്കേഷൻ, പുതിയ നാവി ഗ്രൂപ്പിനെ കാണിക്കുന്നു, കടലിൻ്റെ അടിയിലുള്ള ഒരുപാട് സീക്വൻസുകൾ. അപ്പോൾ അതും അടിപൊളിയായിരുന്നു. എനിക്ക് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല, അത്രയും നന്നായിട്ടുണ്ട്. 3ലേക്ക് വന്നപ്പോൾ എന്താണ്, ടെക്നിക്കലി പടം വളരെ അടിപൊളിയാണ്. വിഷ്വൽസ്, ഗ്രാഫിക്സ്, പിന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജി എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. അത്രയ്ക്ക് നമുക്ക് മനുഷ്യന് കാണാൻ പറ്റാവുന്ന സിനിമകളിൽ ഏറ്റവും മികച്ച, ടെക്നിക്കലി മികച്ചു നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ് അവതാർ 3. പക്ഷേ വേ ഓഫ് വാട്ടർ അവതാർ 2ൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനായിട്ട് എനിക്ക് തോന്നിയത്. ഇതിലെ ഫൈറ്റ്സ് ആണെങ്കിലും നമുക്കൊരു പുതുമ തോന്നിയില്ല. അതാണ് ഇതിലെ പ്രശ്നം. ഇപ്പം നമ്മൾ സിനിമ കണ്ടു, ഈ കാണുന്ന ആൾക്ക് ഈ സിനിമ ഒരിക്കലും അവൻ കൊടുക്കുന്ന പൈസയ്ക്ക് അതിൻ്റെ 10 ഇരട്ടി വർത്താണ് സിനിമ. അതല്ല പറഞ്ഞു വരുന്നത്, പുതുമയില്ല. ഇത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നിയത് പിന്നെ ഒരു ആവർത്തന വിരസതയാണ്. നമ്മൾ തിയേറ്ററിലിരുന്ന് പടം കാണുമ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു ഫീൽ വന്നു. ആ ഒരു നിരാശപ്പെടുത്തിയെന്നേ ഞാൻ പറയുന്നുള്ളൂ. സിനിമ മോശമാണെന്നല്ല, ഇത് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ്. ആ ഒരു വേൾഡിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ വേൾഡ് ഇങ്ങനെ നമുക്ക് ആസ്വദിച്ച് ഇങ്ങനെ കാണാനുള്ള ഒരു അടിപൊളി പരിപാടി. പിന്നെ അവതാർ 2-ൽ 48 ഫ്രെയിംസിൽ ആണ് ഫൈറ്റ് സീനൊക്കെ എടുത്തിട്ടുള്ളത്. 2-ൽ 3ലേക്ക് വന്നപ്പോൾ അത് വീണ്ടും 24 ഫ്രെയിംസ് ആക്കി മാറ്റി. എന്താണ് ഈ ഫ്രെയിംസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 24 ഫ്രെയിംസിലാണ്. നമ്മൾ കാണുന്ന 99.99% സിനിമകൾ 24 ഫ്രെയിംസിലാണ് ഷൂട്ട് ചെയ്യാറുള്ളത്. പക്ഷേ അതിനെയൊക്കെ വെല്ലുവിളിച്ച് ജെയിംസ് ക്യാമറോൺ ആ ഒരു റൂളിനെ ബ്രേക്ക് ചെയ്തിട്ട് 48 ഫ്രെയിംസിൽ, കാരണം അത്രയും സ്മൂത്തറായിട്ടുള്ള വിഷ്വൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 2-ലെത്തിയപ്പോൾ. പക്ഷേ ഒരുപാട് വിമർശനങ്ങൾ വന്നു. ഇതൊരു ഗെയിം പോലെയായി, സിനിമ കാണുമ്പോൾ ഒരു വീഡിയോ ഗെയിം കാണുന്ന പോലെയാണെന്ന് പറഞ്ഞ് വിമർശിച്ചത് കൊണ്ടാണോ എന്നറിയില്ല. 3ലേക്ക് വന്നപ്പോൾ അത് 24 ഫ്രെയിംസ് ആക്കി കുറച്ചു, ഡൗൺ ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൽ ഞാൻ നോക്കിയിട്ട് ഒരു 48 ഫ്രെയിംസ് ഒന്നും എവിടെയും കണ്ടില്ല. അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ OTT-ലേക്ക് വരാൻ വെയിറ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയിട്ട് 4K ലേസറിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഈ പടത്തിൻ്റെ ലാസ്റ്റ് എത്തി കഴിഞ്ഞപ്പോൾ ടൈറ്റാനിക്കിൽ കണ്ട അതേ പരിപാടി ക്യാമറോൺ പിടിച്ചിട്ടുണ്ട്. ടൈറ്റാനിക് ഷിപ്പിലേക്ക് ജാക്കും റോസും കൂടി പോകുമ്പോൾ മരിച്ചുപോയ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവരൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ ഈ അവതാറിലും അതേപോലത്തെ സീൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ജെയിംസ് ക്യാമറോൺ തിങ്സ്.